മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്ന പരിശുദ്ധ അമ്മയുടെ സ്വാസ്ത്രഗീതത്തോടു കൂടി ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവദൂതനിൽ നിന്ന് സദ്വാർത്ത ലഭിച്ച പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഏലീശാമ്മയുടെ അടുക്കിലേക്ക് തിടുക്കത്തിൽ യാത്രയായതുപോലെ നമ്മിലുള്ള പരിശുദ്ധാത്മാവുമായി നാം ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്ക് നമുക്കും തിടുക്കത്തിൽ യാത്രയാകാം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന അനുസ്യൂതമായ സ്നേഹവും ദൃഢമായ വിശ്വാസവുമെല്ലാം നമുക്കും കൂടുതൽ തീക്ഷ്ണമായി ലഭിക്കുവാനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ഈ സമയം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ അനുഗ്രഹീത കലാകാരൻ ശ്രീ ബേബി ജോൺ കലേന്താനിയിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ശ്രവിക്കുവാനായി നമുക്കൊരുങ്ങാം. ഈശോയിൽ ഏറ്റവും സ്നേഹനിധരായ നേഴ്സ് സഹോദരങ്ങളെ, ജപമാലയുടെ ധന്യമാർന്ന ഒരു മാസത്തിൻ്റെ ഊഷ്മളതയിൽ നമ്മളായിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ദിവ്യമായ നിർമ്മല സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന ധന്യമായ മാസമാണ് ജപമാല മാസം. ജപമാലയെ മുറുകെ പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നല്ലവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദിവ്യമായ പ്രാർത്ഥനയാണല്ലോ ജപമാല പ്രാർത്ഥന. അത് പ്രിയപ്പെട്ട നേഴ്സസ് കൂട്ടായ്മയെ സംബന്ധിച്ച് ഒരു വലിയ സ്നേഹത്തിൻ്റെ പ്രത്യേകതയുടെ ദിനങ്ങളാണ്. കാരണം ഏറ്റവും വലിയ നേഴ്സാണല്ലോ പരിശുദ്ധ അമ്മ. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരു വലിയ നേഴ്സ്. അമ്മ തിടുക്കത്തിലാണ് യാത്ര ചെയ്യുന്നത്. എത്രയോ സേവന സന്നദ്ധയും ത്യാഗമനോഭാവവും നിറഞ്ഞ ഒരു ജീവിതയാത്രയാണത്. ശുശ്രൂഷ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹനീയമായ ഒരു മാതൃകയായി, ഒരു നല്ല നേഴ്സായി പരിശുദ്ധ അമ്മ വിരാജിക്കുകയാണ്. പ്രിയമുള്ള നേഴ്സ് സഹോദരങ്ങളെ, നിങ്ങളെക്കുറിച്ച് ഒത്തിരി ആദരവോടെ സ്നേഹത്തോടെ ഓർക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രയോ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ് ഈ സ്നേഹ കൂട്ടായ്മകൾ. മാലാഖമാരെ പോലെ, ഭൂമിയിലെ മാലാഖമാരെ പോലെ തന്നെയാണ് നേഴ്സുമാരും എന്നുള്ള വിശേഷണം നമുക്കറിയാമല്ലോ. അവിടെ സ്നേഹസാന്ത്വനവുമുണ്ട്, അവിടെ സേവന സന്നദ്ധതയുണ്ട്, അവിടെ ത്യാഗമനോഭാവമുണ്ട്, ഉറക്കമിളച്ച രാത്രികളുണ്ട്, സ്വന്തം ദുഃഖം മറന്ന് വേദനകൾ മറന്നുള്ള സ്നേഹസമർപ്പണമുണ്ട്. ഒരുപാട് ആദരവോടെ സ്നേഹത്തോടെ നിങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. എലിസബത്ത് പറയുന്ന സ്നേഹവാക്കുകൾ ലൂക്കായുടെ സുവിശേഷം 1:43 അങ്ങനെ കാണും നമ്മൾ. എന്താണെന്നല്ലേ? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? പരിശുദ്ധ മറിയത്തിൻ്റെ സ്നേഹ സാന്നിധ്യം എലിസബത്ത് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരാനുള്ള ഭാഗ്യം. അതൊരു വലിയ സൗഭാഗ്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. പരിശുദ്ധ അമ്മയോടൊത്തുള്ള ജീവിതം, അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുള്ള ജീവിതം എത്രയോ സൗഭാഗ്യകരമാണ്, എത്രയോ ആനന്ദകരമാണ്. അമ്മ നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണമല്ലേ? അമ്മ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണമല്ലേ? അമ്മ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം, പ്രത്യേകിച്ച് ഈ ആതുര ശുശ്രൂഷ വേദിയിലെ ജീവിതം, അത് ഒരുപാട് തട്ടും തടവും പ്രതികൂലതകളും സഹനങ്ങളൊക്കെ ഉള്ളതല്ലേ? എന്നാൽ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും അതിനെയെല്ലാം മറികടക്കുന്ന ഒരു ആനന്ദം നിറവായി മാറും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എൻ്റെ നേഴ്സ് സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരു വലിയ ദൗത്യം ദൈവം ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ആഴമായ മനനങ്ങൾ, ശുശ്രൂഷ തലങ്ങൾ, അവിടെ നിന്നുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ കിട്ടുന്ന വേദിയിൽ എങ്ങനെയൊക്കെ തീക്ഷ്ണമായി മുന്നേറാമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ വഴിയിൽ തീക്ഷ്ണതയോടെ നിൽക്കുവാൻ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കണം.
അമ്മയെ മുറുകെ പിടിച്ചുള്ള നിങ്ങളുടെ ശുശ്രൂഷ വേദികൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഒരു രോഗിയുടെ അരികിൽ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ആ ജപമാല മണിമുത്തുകൾ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളാക്കി മാറ്റി ആ രോഗിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ആ രോഗിയുടെ കിടക്കക്കരിയെത്തുന്ന ഒരു നഴ്സ് ആ സ്പർശനത്താൽ തന്നെ വലിയ സ്വർഗീയ സൗഖ്യം ആ വ്യക്തി അനുഭവിക്കുന്ന, ഒരു ഹൃദയശാന്തി അനുഭവിക്കുന്ന തലങ്ങളിലേക്ക് കടന്നു ചെല്ലപ്പെടും. ഉറപ്പാണത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, വലിയ പ്രതികൂലതയെ നേരിടുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ട കാലഘട്ടം ഇത്. നമുക്കറിയാമല്ലോ, ലോകം മുഴുവൻ ഒരു വല്ലാത്ത ഭീകരത പടർന്നു കഴിഞ്ഞു. ഹൃദയങ്ങൾ ഇടുങ്ങിക്കൊണ്ടു വരികയാണ്. ഹൃദയങ്ങൾക്ക് വലിയ ഒരു ഇടുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കുചിതമായ ചിന്താഗതി, മനുഷ്യത്വം മരവിക്കുന്ന കാഴ്ചകൾ, ഭീകരതയുടെ, യുക്തിവാദ പ്രവർത്തനങ്ങളുടെ, അതുപോലെ തീവ്രവാദത്തിൻ്റെയൊക്കെ വലിയ ഭീകരത കടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, അശാന്തി വിതയ്ക്കുന്നത് എന്തും ദുഷ്ടൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 10:10 പറയുന്നത്. എന്താ നമ്മൾ കാണുന്നത്? മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും ആ സാത്താൻ വരിക. യേശു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. അപ്പോൾ ജീവൻ നൽകുന്ന യേശുവിൻ്റെ അമ്മ എപ്പോഴും നമുക്ക് കൂടെ നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. അമ്മ നമ്മളെ സഹായിക്കും. ഞാനിത് പറയാൻ കാരണം, നമ്മൾ വായിക്കുന്നുണ്ട് വെളിപാട് 12:1 മുതൽ സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം. സിഗ്നം മാഗ്നം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പോൾ 6 പാപ്പ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാ: സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അത് പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ മറിയമാണ്, സർവ്വപ്രപഞ്ചത്തിൻ്റെയും നാഥയ പരിശുദ്ധ അമ്മ, സൂര്യനെ ഉടയാടയാക്കിയവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ പോലും ഈ അമ്മയ്ക്ക് ഉടയാടയാകുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതാ രാവിൽ പ്രകാശം പരത്തുന്ന ചന്ദ്രൻ, സൂര്യനിൽ നിന്നും പ്രഭയേറ്റ് പ്രകാശം പരത്തുന്ന ചന്ദ്രൻ, ആ ചന്ദ്രൻ അമ്മയ്ക്ക് പാദപീഠമാവുകയാണ്. നക്ഷത്രങ്ങളോ അമ്മയ്ക്ക് കിരീടമായി ഭവിക്കുന്നു. പ്രിയമുള്ളവരെ, സർവ്വപ്രപഞ്ചത്തിൻ്റെയും നാഥയായ ഈ അമ്മ നമ്മളെ ഭരിക്കുമ്പോൾ ഇതാ നമ്മളെ ബാക്കി കാണുന്നത് എന്താണ് വായിക്കുന്നത്? അവിടെ കാണുന്നുണ്ട്, ഒരു 3-ാം വാക്യം കാണുന്നുണ്ട്, ഇതാ അഗ്നിമയനായൊരു ഉഗ്ര സർപ്പം. സ്വർഗത്തിൽ അടയാളം കാണപ്പെടുകയാണ്. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെടുകയാണ്. എന്താ? അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം. അതിന് വിശേഷണം എന്താ? അതിന് 7 തലയും 10 കൊമ്പും. 7 തലയും 10 കൊമ്പും. അതിൽ തന്നെ ഒരു ക്രോമില്ലായ്മയില്ലേ? 7 തല 10 കൊമ്പ്. ഒരു 5 തലയും 10 കൊമ്പുമാണെങ്കിൽ നമുക്കതിനെ ഒരു ആനുപാതികത കാണാൻ പറ്റും. പക്ഷേ പ്രിയമുള്ളവരെ, ആ ഒരു ഉഗ്ര സർപ്പം സ്ത്രീയെ വിഴുങ്ങാൻ, അല്ലെങ്കിൽ അവളുടെ സന്തതിയെ വിഴുങ്ങുവാൻ ആഞ്ഞെടുക്കുന്ന ആ സർപ്പത്തിന് 7 തല 10 കൊമ്പ്. നമ്മളൊന്ന് ധ്യാനിക്കാം നമുക്ക് പ്രിയമുള്ളവരെ. അവിടെ തന്നെ ഒരു ക്രമമില്ലായ്മയാണ്, ഒരു വികലതയാണ് കാണുന്നത്. 7 തല, ഒരു വല്ലാത്ത അവസ്ഥയാണ്. 7 തലയും 10 കൊമ്പും. എന്തൊരു വൈകൃത രൂപമായിരിക്കും അത്. അതെ, വൈകൃതങ്ങളുടെ സാമീപ്യമാണ് തിന്മയുടെ സാന്നിധ്യം. അസ്വസ്ഥത, കൊലപാതകം, വഞ്ചന, കപടത, മാത്സര്യം, ഭിന്നത, വെറുപ്പ്, വഞ്ചന എല്ലാം ഹൃദയത്തിൽ നിറയ്ക്കുന്ന, കൃപ ചോർത്തിക്കളയുന്ന തിന്മയുടെ സാമീപ്യത്തിൽ ഈ കൃപ നിറഞ്ഞ അമ്മയോട് ചേർന്ന് നിൽക്കണം. 7 തലയും 10 കൊമ്പും. നമുക്കൊന്ന് ധ്യാനിക്കാം. ഒരു പക്ഷേ അതിന് ദൈവശാസ്ത്രപരമായി മറ്റ് വ്യാഖ്യാനമുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ച് ഭാവനയിൽ കാണുന്നതിൽ തെറ്റില്ലല്ലോ. ഈ 7 തല പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എത്രയാ? 7: ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. കണ്ടോ? അപ്പോൾ 7 ദാനങ്ങൾ. ഈ ദാനങ്ങൾക്കെതിരെയുള്ള ഒരു 7 തല. 7 തല. ഇനിയോ നമുക്ക് വീണ്ടും കാണാൻ പറ്റും കൂദാശകൾ എത്രയാ? 7. അപ്പോൾ അതിനെ ലക്ഷ്യം വയ്ക്കുന്ന തലയല്ലേ അവൻ്റെ തല? ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം നഷ്ടമാക്കിയിട്ട്, അല്ലെങ്കിൽ അത് ചോർത്തിക്കളഞ്ഞിട്ട് ലോകവിജ്ഞാനം വളർത്തിയെടുക്കുന്ന ഒരു പ്രവണത. ലോകവിജ്ഞാനം വേണ്ടെന്നല്ല, പക്ഷേ ദൈവിക ജ്ഞാനമാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ മറന്നു പോവുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ജ്ഞാനത്തിനെതിരായുള്ള അവൻ്റെ തല.
ബുദ്ധി കണ്ടോ, ദൈവിക ബുദ്ധിയിലാണ് നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. പക്ഷേ അവൻ കൊണ്ടുവന്ന ബുദ്ധി എന്നാണെന്നറിയാമോ? വക്രബുദ്ധിയാണ്. ജ്ഞാനം, ബുദ്ധി, ഇനി ആലോചന. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് ദൈവത്തോട് ആലോചന ചോദിച്ചാൽ, അപ്പോൾ അതിനെ മറികടക്കുന്ന അവൻ്റെ ഈ ലോക ആലോചനകളിലേക്ക് മനുഷ്യൻ മാറിപ്പോവുകയാണ്. ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി. എവിടെയാണ് പ്രിയമുള്ളവരെ ആത്മശക്തിയുള്ളത്? ഇന്ന് എടുത്തുചാട്ടമല്ലേ, വേഗതയല്ലേ മനുഷ്യന്? മറ്റുള്ളവനെ കാണുവാൻ, കേൾക്കുവാൻ, അവൻ്റെ വേദന അറിയുവാൻ സമയമില്ലാത്ത ഒരു 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 പ്രയാണം. ആത്മശക്തിയില്ല. സ്വന്തം ജീവിതത്തിൽ സഹനങ്ങളോ പ്രതികൂലത വരുമ്പോൾ എൻ്റെ ദൈവം കൂടെയുണ്ടെന്ന് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. ആത്മശക്തി, അറിവ്. സഹോദരങ്ങളെ, അറിവിൻ്റെ തലം, ലോകത്തിൻ്റെ അറിവിന് വേണ്ടി മനുഷ്യൻ എന്തുമാത്രം കിണഞ്ഞ് പരക്കം പായുകയാണ്. സത്യത്തിൽ എന്താ അറിവ്? സുഭാഷിതം 9:10 പറയുന്നു, പരിശുദ്ധനായവനെ അറിയുന്നത് അറിവ്. ഈ അറിവ് നമുക്ക് ലഭ്യമാകുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിൽ നിന്നും, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് സ്വായത്തമാക്കണം. അതുകൊണ്ടല്ലേ ഈ അമ്മ പഠിപ്പിച്ച ഒരു മോൻ ഈശോ, അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിജീവികളും വേദശാസ്ത്ര പണ്ഡിതന്മാരും അവർ പറയുന്നില്ലേ, എത്രയോ വിസ്മയകരമായ ഒരു അവസ്ഥയാണിത്. കാരണം അവനിങ്ങനെ ദൈവവചനം പ്രഘോഷിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താ? ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവനീ അറിവ് എവിടെ നിന്ന്? കണ്ടോ, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ. അതേ പ്രിയമുള്ളവരെ, ഒരു ലോകത്തിന് വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ പോലും പരിശുദ്ധ അമ്മ വളർത്തുന്ന കുഞ്ഞിന് മറ്റുള്ളവരെ മറികടക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ദൈവീകതയുടെ ഉൾപ്പൊൾ പറഞ്ഞു കൊടുക്കുന്ന അറിവ് ലഭ്യമാകുന്ന ചുരുക്കം. അപ്പം ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം, ഭക്തി. പ്രിയമുള്ളവരെ, ദൈവഭയം ഉണ്ടോ ഈ കാലഘട്ടത്തിൽ? ദൈവത്തെ മറന്നുള്ള പ്രയാണമല്ലേ മനുഷ്യൻ്റേത്? എല്ലാം നേടിയെന്ന് കരുതുമ്പോഴും വലിയ അധപതനത്തിലും ശുഷ്കിക്കുന്ന അവസ്ഥകളിലേക്കുമല്ലേ മനുഷ്യൻ്റെ പ്രയാണം? ഇവിടെ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കണം പ്രിയമുള്ളവരെ. ഇനി 10 കൊമ്പ് കണ്ടോ, 10 കൊമ്പ്, 7 തല 10 കൊമ്പ്. 10 കൊമ്പെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചിന്തിക്കാം. 10 കൽപ്പനകളില്ലേ ദൈവത്തിൻ്റേത്? ആ 10 കൽപ്പനകളെ കുത്തിത്തകർക്കുവാനുള്ള അവൻ്റെ കുടില തന്ത്രമല്ലേ, അതിൻ്റെ പ്രതീകമല്ലേ കൊമ്പ്? 10 കൊമ്പ്, 7 തലയും 10 കൊമ്പും. പ്രിയമുള്ളവരെ, ഇതിനെതിരെ ജാഗരൂകരായിരിക്കുവാൻ പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്യുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. ഫാത്തിമായിൽ അമ്മ ആഹ്വാനം ചെയ്തില്ലേ, മക്കളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ഡൊമിനിക്ക് പറഞ്ഞത്, ഇതു ശക്തമത്തായ പ്രാർത്ഥനയാണ്. സഭാപിതാക്കന്മാർ മുഴുവൻ ആഹ്വാനം ചെയ്തു, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വിശുദ്ധ ജോൺ പോൾ പാപ്പ പറഞ്ഞു, മറിയമേ ഞാൻ മുഴുവൻ അങ്ങയുടേതെന്ന് പറഞ്ഞ് ജോൺ പോൾ പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് തൻ്റെ ജീവിതങ്ങളെ സമർപ്പിച്ചു. നമുക്കറിയാമല്ലോ വിശുദ്ധ മദർ തെരേസയുടെയൊക്കെ ജീവിതത്തിൽ, എന്തിനധികം എല്ലാ വിശുദ്ധരുടെയും ജീവിതം നോക്കിക്കൊള്ളുക, ജപമാലയിൽ കൊരുത്തിട്ട ജീവിതങ്ങൾ, അത് വളരെ വേഗം ഫലമണിയുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ഫലമണിയുന്ന വലിയ ജ്വലനങ്ങളായി മാറിയില്ലേ? ജപമാല മറക്കല്ലേ. അത് ഭക്തിയോടെ, അത് ശ്രദ്ധയോടെ, അത് ഹൃദയവിശുദ്ധിയോടെ അർപ്പിക്കുവാൻ ഇതാ സഭാപിതാക്കന്മാർ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരേ ദൃഢതയിൽ നിൽക്കും. കുടുംബങ്ങൾ തകർക്കപ്പെടുകയല്ലേ പ്രിയമുള്ളവരെ? എത്രയോ വിവാഹമോചന കേസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് സ്ഥാപിച്ച ഏകവും പരിശുദ്ധവും ശ്രൈകവും സാർവത്രികവുമായ സഭയിൽ കർത്താവ് കുടുംബങ്ങളെ നവീകരിച്ചുയർത്തുമ്പോൾ, പുതിയ കുടുംബത്തിന് രൂപം നൽകുമ്പോൾ, കേവലം 2-3 ആഴ്ചയോ 1-2 മാസങ്ങളോ കഴിയുമ്പോൾ തട്ടി തകർക്കപ്പെടുകയല്ലേ കുടുംബങ്ങൾ? അതേ ദൈവത്തിൻ്റെ പദ്ധതിക്ക് തന്ത്രം മെനയുന്ന സാത്താൻ. എന്നാൽ ഓരോ ജപമണികളും ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി അർപ്പിക്കുമ്പോൾ സാത്താൻ്റെ കോട്ടകളും പദ്ധതികളും തലകളും തെറിച്ച് തകരും പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ജോൺ പാപ്പ പറഞ്ഞത്, സന്തോഷത്തിൻ്റെ വേളകളിലും ബുദ്ധിമുട്ടിൻ്റെ നിമിഷങ്ങളിലും ജപമാല എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എത്രയോ ഉത്കണ്ഠകളാണ് ഞാനതിൽ സമർപ്പിച്ചത്. എല്ലായ്പ്പോഴും എനിക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. പരിശുദ്ധ മാതാവിൽ ഞാൻ മുഴുവൻ സമർപ്പിച്ചു. പരിശുദ്ധ അമ്മേ, ഞാൻ മുഴുവൻ അമ്മയുടേതാണ്. കണ്ടോ, ജോൺ പോൾ പാപ്പ തൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലതകളിലും ജപമാല മണികളിൽ ആഴമായി ആശ്രയിച്ചു. അതുവഴി മഹത്വം നൽകുന്നത് ആർക്കാ? അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പ്രിയമുള്ളവരെ, ഈശോ നാമം, ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്നുള്ള നാമം ഉച്ചസ്ഥൈര്യം വീണ്ടും വീണ്ടും ഏറ്റുപറഞ്ഞ് പ്രഘോഷിക്കുന്ന ഏറ്റവും മഹനീയമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. എന്താണ് ജപമാല പ്രാർത്ഥനയുടെ ശക്തിക്ക് കാരണം? പാപത്തെയും മരണത്തെയും സാത്താനെയും ജയിച്ചുത്തിതനായ കർത്താവ്, രക്ഷകനായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, അത് അമ്മയുടെ ഉദരഫലമല്ലേ? അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പറയുമ്പോൾ ഈ മകനെയും അമ്മയെയും നമ്മൾ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അവിടെ സാത്താൻ നിൽക്കാനാവില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ സ്നേഹവാക്കുകൾ അങ്ങനെയായിരുന്നു. ദൈവത്തിന് സാത്താനുള്ള ആക്രോശ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മനുഷ്യവംശത്തോടുള്ള പ്രതീക്ഷയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്ത്? നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സാത്താനോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ സ്ത്രീയുടെ മകനുണ്ടല്ലോ, ഇവർ രണ്ടുപേരും ചേർന്ന് നിന്റെ തല തകർക്കുമിടാ എന്ന് പറഞ്ഞ് സാത്താനെ എതിരെ ആക്രോശിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ അമ്മയെയും മകൻ്റെയും നാമം ഉയരുമ്പോൾ അവൻ്റെ തലയും അവൻ്റെ പദ്ധതിയും അവൻ്റെ വഞ്ചനയും അവൻ്റെ കപടതയും അവൻ്റെ ആക്രോശവും നിഷ്ഫലമായി പോവുകയാണ്. അതുകൊണ്ട് ജപമാല മണികൾ എന്ന് നമ്മുടെ കരങ്ങളിൽ നിന്ന് ബലഹീനമായി മാറുന്നു. ഈ ജപമാല എന്ന് ഒരു നേഴ്സ് ഒരു ജപമാല പ്രാർത്ഥന എന്ന് മറന്നു പോകുന്നു, അന്ന് ആ നേഴ്സിൻ്റെ ജീവിതത്തിൽ ശുഷ്കത ഉണ്ടാകും. നേഴ്സുമാർ മാത്രമല്ല, ലോകത്തിലെ സർവ്വ ജനപദങ്ങളും, അതെ, സകല ജനപദങ്ങളും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കണം. വചനാധിഷ്ഠിതമാണല്ലോ ജപമാല, വചനാധിഷ്ഠിതമാണല്ലോ മരിയ ഭക്തി. എന്താണ് അതിനർത്ഥം? അത് വചനാധിഷ്ഠിതമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:27 ഇതാ നിന്റെ അമ്മ. പ്രഭാഷകൻ 3:4 അമ്മയെ മഹത്വപ്പെടുത്തുന്നവർ നിക്ഷേപം കൂട്ടിവെക്കും. പ്രിയമുള്ളവരെ, മാതാവിനെ മഹത്വപ്പെടുത്തുക, മറിയത്തെ മഹത്വപ്പെടുത്തുക. ചിലർക്കൊരു ധാരണയുണ്ട്, പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തിയാൽ അല്ലെങ്കിൽ മറിയത്തെക്കുറിച്ച് കുറേ അധികമായി പറഞ്ഞു പോയി കഴിഞ്ഞാൽ യേശുവിൻ്റെ മഹത്വം കുറഞ്ഞു പോകുമോ എന്നാണ് ചിലരുടെ ഭയം. പ്രിയമുള്ളവരെ, അത് നമ്മുടെ അജ്ഞതയാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നുണ്ടല്ലോ, മറിയം വേണ്ടത്ര രീതിയിൽ അറിയപ്പെടാതിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധ ത്രിത്വം അറിയപ്പെടുന്നില്ല. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തെ അറിയപ്പെടുത്തുവാൻ പരിശുദ്ധ മറിയത്തെ നമ്മൾ കൂടുതൽ പ്രചരിപ്പിക്കണം. പരിശുദ്ധ അമ്മയുടെ പ്രാഭാവം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളാണ് അവൾ. കൃപ നിറഞ്ഞ മറിയം, ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞ മറിയം. ഈ നല്ല അമ്മയെ എത്രമാത്രം മഹത്വപ്പെടുത്തിയാലും അത് അധികമാകില്ല. അപ്പോൾ നാം തിരിച്ചറിയുക, പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുക, പരിശുദ്ധ മറിയ ഭക്തി, പരിശുദ്ധ മാതാവിനുള്ള സ്നേഹം, അമ്മയുടെ മഹത്വം വർണ്ണിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയും ദൗത്യവുമാണെന്ന് തിരിച്ചറിയുക. സ്വർഗീയ നിക്ഷേപവും സ്വർഗീയ കൃപയും നിറയുവാൻ ഇത്ര എളുപ്പത്തിലുള്ള മറ്റൊരു മാർഗമില്ല. പ്രിയമുള്ളവരെ, അമ്മയോട് ചേർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു വല്ലാത്ത സ്വർഗീയ ദിവ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായി മാറുമെന്നതിൽ സംശയമില്ല. അമ്മയെ തിരിച്ചറിയാതെ, അമ്മയുടെ കൂട്ടുപിടിക്കാതെ, അമ്മയോട് ചേർന്ന് നിൽക്കാത്ത എല്ലാ മക്കളും ഏറ്റവും ദൗർഭാഗ്യരായ മക്കളാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. നിർഭാഗ്യരായവരാ അവർ. കാരണം അമ്മയുടെ സ്നേഹം, അമ്മയുടെ വാത്സല്യം, അമ്മയുടെ സ്നേഹ സാമീപ്യം അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്രയോ ദയനീയമാണ് മനുഷ്യ ജീവിതം. കർത്താവ് പറഞ്ഞില്ലേ, ഇതാ നിൻ്റെ അമ്മ. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയും അനുഗ്രഹീതയായ കന്യാമരത്തിനുള്ള വിസീത്തകൾ എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ അൽഫോൻസ് ഇഗോരി പറയുക, പരിശുദ്ധ കുർബാനയ്ക്കും മാതാവിനുള്ള വിസീത്തകൾ, അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടല്ലോ. അതിൽ അൽഫോൻസ് ഇഗോരി പറയുന്ന കാര്യം ഇപ്രകാരമാണ്: പരിശുദ്ധ മറിയത്തിൻ്റെ ബഹുമാനത്തിനായി പ്രയത്നിക്കുന്നവൻ അവസാനം വരെ നിലനിൽക്കും. കണ്ടോ, അമ്മയുടെ ബഹുമാനത്തിനായി പ്രയത്നിക്കുന്നവൻ അവസാനം വരെ നിലനിൽക്കും. വീണ്ടും അൽഫോൻസ് ഇഗോരി പറയുകയാണ്, മറിയത്തിൻ്റെ നാമം പ്രഘോഷിക്കുന്നവന് നിത്യജീവനുണ്ടായിരിക്കും. ആരെങ്കിലും മറ്റുള്ളവർ പരിശുദ്ധ അമ്മയെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടവരുന്നതിനായി പ്രയത്നിക്കുന്നെങ്കിൽ അവൻ്റെ പേര് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ചേർക്കപ്പെടും. രഹസ്യമായോ പരസ്യമായോ നിനക്ക് സാധിക്കുമ്പോഴെല്ലാം മാതാവിൻ്റെ മഹിമകൾ വർണ്ണിച്ച് ഉദ്ഘോഷിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുക. ഈ ഈശോയിൽ നിന്നും ഒരിക്കലും അകന്നു പോകാതെ ഈ അമ്മ നമ്മളെ കാത്തുകൊള്ളും. അഥവാ എന്തെങ്കിലും തട്ടും തടവൊക്കെ ഉണ്ടായാലും പ്രിയമുള്ളവരെ,
ഈ അമ്മ നമ്മളെ വിടാതെ സൂക്ഷിക്കും, കാത്തുപാലിക്കും. ഒരു നൊമ്പരം വന്നാലോ ഒരു വേദന വന്നാലോ ഈ അമ്മയുടെ സാന്ത്വനം അത് അപ്പൻ്റെ സാന്ത്വനം പോലെയല്ല. നമുക്കറിയാമല്ലോ, അപ്പൻ്റെയും അമ്മയുടെ സ്നേഹം നമ്മുടെ നിത്യജീവിതത്തിലാണെങ്കിൽ പോലും അപ്പന് സ്നേഹമില്ലെന്നല്ല, പക്ഷേ അതിനൊരു പരുക്കൻ സ്വഭാവം ഉണ്ടാവാം. ഇനി അമ്മയുടെ സ്നേഹമോ, അതിൻ്റെ മാർദ്ദവത്വവും അതിൻ്റെ ശാലീനതയും വർണ്ണിക്കാനാവുമോ? അമ്മ എന്ന പദം മനുഷ്യജീവിതത്തിൽ എപ്പോഴും എത്രയോ ധന്യമായ പദമാണ്, മനസ്സിന് എത്രയോ കുളിർമ നൽകുന്ന പദമാണ് എന്ന് കരുതി അപ്പന് കുറവുണ്ടെന്നോ അല്ലെങ്കിൽ അപ്പനെ ഗ്രാഫ് താഴ്ത്തുകയല്ല. അതേ പ്രിയമുള്ളവരെ, ആ അമ്മയെ ഈശോ തന്നിരിക്കും നമുക്ക്. ഈ അടുത്ത നാളിൽ ഒരു രചന ഈശോ തന്നതാണ്, ഒരു പാട്ടെഴുതാൻ വേണ്ടി വന്നപ്പോൾ. അതിലിങ്ങനെയാണ്: 10,000 കോടി അമ്മമാരെ ചേർത്തിട്ട് അവരുടെ സ്നേഹം കൂട്ടിവെച്ചാൽ ആ സ്നേഹം അവിടുത്തെ പരിശുദ്ധ സ്നേഹത്തിൽ ഒരു തരി പോലുമല്ല അമ്മേ, പരിശുദ്ധ കന്യാമറിയമേ. അതായത് അമ്മയുടെ സ്നേഹം ഏറ്റവും വലിയ സ്നേഹമായിട്ടാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ഇനി 10,000 കോടി അമ്മമാരുടെ സ്നേഹം മുഴുവൻ കൂട്ടിവെച്ചിട്ട് അവരുടെ സ്നേഹം എടുത്ത് നോക്കിയാൽ പരിശുദ്ധ കന്യാമാതാവിൽ നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ ഒരു തരി പോലും ഇല്ല എന്നാണ് എഴുതുവാൻ ഒരു പ്രേരണ കിട്ടിയത്. എനിക്ക് വിശ്വാസമുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ തന്നെയാണെന്ന്. അതേ പ്രിയമുള്ളവരെ, അത്രമാത്രം വ്യാപ്തിയിലാണ് ഈ അമ്മ കാത്തിരിക്കുന്നത് നമ്മളെ യേശുവിലേക്ക് ചേരുവാൻ, യേശുവിൽ ഒന്നായി മാറുവാൻ. യേശുവിൽ നിന്നും വഴിവിട്ട് പോയാൽ ഈ സാന്ത്വനം നമ്മളെ തേടിയെത്തും. അതുകൊണ്ടല്ലേ ഫാത്തിമ, ലൂർദ്, ഗാഡലൂപ്പെ, പിന്നെ അത് സഭ അംഗീകരിച്ചത്, പിന്നെ സഭ അംഗീകരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗാഡലൂപ്പെ, മെഡ്ജുഗോറിയ, ലാസലറ്റ്, ആംസ്റ്റർഡാം, പിന്നെ ഗരബന്താൾ, എന്തുമാത്രം ഇടങ്ങളിലാണ് അമ്മയുടെ പ്രത്യക്ഷീകരണമൊക്കെ സഭ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ അവിടെയൊക്കെ അമ്മ പറയുന്നത് എന്താ? മക്കളെ, ദൈവത്തെ മറക്കല്ലേ, ദൈവത്തെ മറന്ന് വിരാജിക്കല്ലേ, ദൈവത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കാൻ മറക്കല്ലേ. ദൈവമാണ് സർവസ്വവും. ദൈവത്തിൻ്റെ ആ കരുതലിലേക്ക്, കാവലിലേക്ക് അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്, രക്ഷകനായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്. അതുകൊണ്ട് അമ്മ പറഞ്ഞു, എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിക്കുവിൻ. മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. ദിവ്യകാരുണ്യ നിറവ് ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ ചേർന്ന് നിങ്ങൾ ജീവിക്കുവിൻ. അടുക്കലടുക്കൽ കുമ്പസാരിക്കുവിൻ. ജപമാല ഭക്തി പ്രചരിപ്പിക്കുവിൻ. വിമല ഹൃദയഭക്തി പ്രചരിപ്പിക്കുവിൻ. വിമല ഹൃദയത്തിൽ അഭയം തേടുവിൻ. അങ്ങനെ എന്തെല്ലാം ആഹ്വാനങ്ങൾ അമ്മ നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് തിരിഞ്ഞു നടക്കാം. എവിടേക്ക്? പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന ഭവനത്തിലേക്ക്. അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്ക് നല്ല ഇടമുണ്ട്, അവിടെ സാന്ത്വനമുണ്ട്, അവിടെ വലിയ തണുവുണ്ട്, അവിടെ ശാന്തതയുണ്ട്. യേശുവെന്ന ആ സ്നേഹത്തെ അറിയുവാൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 46:10. ഈ ശാന്തത കിട്ടണോ? മറിയത്തിൻ്റെ മടിയിലിരിക്കണം. അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ അമ്മ ആ സാന്ത്വനം തരും, ആ ശാന്തത തരും. ഈശോയെ ധ്യാനിക്കുവാൻ, ഈശോയിൽ ലയിക്കുവാൻ, ഈശോയിൽ ഒന്നായി ചേരുവാൻ അമ്മ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഈ അരികിൽ വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്. അമ്മയെ മുറുകെ പിടിക്കുന്ന മക്കൾ ഭാഗ്യവാന്മാരാ, ഭാഗ്യവതികളാ. നമ്മുടെ ജീവിതത്തിൽ അമ്മയെ മുറുകെ പിടിക്കാം. സേവന സന്നദ്ധതയും ത്യാഗമനോഭാവവും നിറഞ്ഞ ഈ ദൗത്യം, ദൈവം വിളിച്ചിരിക്കുന്ന ഈ നേഴ്സസ് മിനിസ്ട്രി, ഇത് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു ജോലിയല്ല, ഇതൊരു സമർപ്പണമാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ അതിൻ്റെ ഉള്ളാർത്ഥം മറ്റൊന്നുമല്ല, യേശുവിനെ കൊടുക്കുക. കാണുന്ന എല്ലാ ജീവിതങ്ങളിലും, അടുത്തു വരുന്ന എല്ലാ സാഹോദര്യങ്ങളിലും ഈശോയെ പങ്കുവെച്ച് അമ്മയുടെ ദൗത്യം നമുക്ക് പൂർത്തിയാക്കാം. അമ്മയോട് ചേരാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വിമല ഹൃദയനാഥേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ നേഴ്സസ് കൂട്ടായ്മയെ സമ്പൂർണ്ണമായി നൽകുന്നു. അമ്മയുടെ സേവന സന്നദ്ധതയും ത്യാഗമനോഭാവവും അർപ്പണവും ദൗത്യബോധ്യങ്ങളും ഈ ഹൃദയങ്ങളിൽ നിറച്ച് അമ്മ പരിപാലിച്ച് വഴി നടത്തണമേ. അങ്ങനെ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായി തീരുവാൻ തക്കവിധം വിശുദ്ധിയിലും ജ്ഞാനത്തിലും എളിമയിലും അനുസരണത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും ഈ സ്നേഹ സഹോദരങ്ങളെ, അമ്മേ, ഈ സ്നേഹമക്കളെ അമ്മ കരം പിടിച്ച് നയിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. ശ്രീ ബേബി ജോൺ കലയന്താനിയിലൂടെ ഈശോ നമ്മോട് സംസാരിച്ചതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം.
ദൈവകുമാരന് ജന്മം നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ സഹനങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ ഈശോയോട് ചേർന്ന് നിന്നതുപോലെ നമുക്കും നമ്മുടെ സഹനങ്ങളിൽ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ആനന്ദം നമുക്ക് സ്വന്തമാക്കാം. ഈ ആനന്ദം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും നാം ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്കും പകർന്നു നൽകുന്ന നഴ്സുമാരായി നമുക്ക് മാറാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. Jungle.